ഇമ്പോർട്ടൻറ്റ് ലോസിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ് കാണാൻ പോകുന്നത്. മിസ് എന്താ എത്ര ലേറ്റ് ആയത് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചെറിയ ടെക്നിക്കൽ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ബോർഡുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. പക്ഷേ സാരമില്ല, നമുക്ക് മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ പോകാം. ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇത് ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടാവും അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളതാണ്. എന്താണ്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ v = u + at എന്നുള്ള ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. ഈ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. ഒരേ ഡയമെൻഷണൽ ഫോർമുല ഉള്ള ടേംസിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അടുത്തത് എന്താണ്? ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ, അതായത് മോഷൻ്റെ പ്ലെയിനിലതാണിത്. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? രണ്ട് ലോ വെച്ചാണ് പറയുന്നത്. ഒന്ന് ട്രയാങ്കിൾ ലോയും ഒന്ന് പാരലോഗ്രാം ലോ എന്ന് പറയും. ഒത്തിരി വെക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് പോളിഗൺ ലോ യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ഈ രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൊണ്ടുവെക്കുമ്പോൾ ഒരു ആരോയിൽ നിന്ന് തന്നെയാണ് അടുത്ത വെക്ടറിൻ്റെ ടെയില് തുടങ്ങേണ്ടത്. അങ്ങനെ വെക്കുന്നതിനെ സെയിം ഓർഡറിൽ വെക്കുകയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് റിസൾട്ടന്റ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ റിസൾട്ടന്റ് വെക്ടർ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം? ഓപ്പോസിറ്റ് ഓർഡറിൽ വെക്കണം. അതായത് ഇങ്ങനെ കൊണ്ടേ വെക്കണം. രണ്ട് ഹെഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെ വെക്കണം. അതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താണപ്പം? ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ആസ് ദ അഡ്ജസന്റ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ സെയിം ഓർഡർ, then the third side in the opposite order gives the resultant vector. അതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇനി പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് വെക്ടേഴ്സിനെ നമ്മളൊരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വെക്കുക. ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം? ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ കോമൺ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ഡയഗണലായിരിക്കും ഈ വെക്ടറിൻ്റെ, അതായത് റിസൾട്ടന്റ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ if two vectors are represented as the adjacent sides of the parallelogram acting at a point, then draw a diagonal from that point that gives you the resultant vector, or the diagonal gives the resultant vector. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതിയാലും വലിയ തെറ്റില്ല, പാരലോഗ്രാം പിന്നെ ട്രയാങ്കിൾ ലോ ഒക്കെ. പക്ഷേ ചില സയൻറ്റിസ്റ്റൊക്കെ തന്നിരിക്കുന്ന ലോ ആണ്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പാടില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ലോ എന്താണെന്ന് നോക്കൂ. പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി വെക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറേ സൈഡ്സ് ഉള്ള ഒരു ഷേപ്പാണ് പോളിഗൺ അല്ലേ? അപ്പോൾ ഒരു പോളിഗണിൻ്റെ ഓരോ സൈഡായിട്ട് നമ്മൾ ഈ ഓരോ വെക്ടേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഈ പോളിഗൻ്റെ ക്ലോസിങ് സൈഡായിരിക്കും ഈ വെക്ടേഴ്സിൻ്റെ ഒക്കെ റിസൾട്ടന്റ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ a+b+c+d എന്നുള്ളതാണ് റിസൾട്ടന്റ് വെക്ടർ. പക്ഷേ അത് ഓപ്പോസിറ്റ് ഓർഡറിലായിരിക്കണം വെക്കേണ്ടത്. ബാക്കിയെല്ലാം കണ്ടോ, ഒരു ആരോയിൽ നിന്നാണ് അടുത്ത ടെയിൽ തുടങ്ങുക, ഇതിൻ്റെ ആരോയിൽ നിന്ന് അടുത്ത ടെയിൽ തുടങ്ങുക, ഇങ്ങനെ പോവുക. പക്ഷേ റിസൾട്ടന്റ് വെക്ടർ മാത്രം നേരെ തിരിച്ചായിരിക്കും വെക്കേണ്ടത്. അതാണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ആ ചാപ്റ്ററിൽ അത്രയാണ് ലോസ് ഉള്ളത് കേട്ടോ. ഏതാണ്? നമ്മുടെ മോഷൻ്റെ പ്ലെയിനിൽ. അടുത്തത് എന്താണ്? നമ്മുടെ ലോസ് ഓഫ് മോഷനിലെ പ്രധാനപ്പെട്ട 3 ലോ ഏതൊക്കെയാണ്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അല്ലേ? തേർഡ് ലോ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ ഫസ്റ്റ് ലോ ഒക്കെയാണ് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മറന്നു പോകാൻ ചാൻസ് ഉള്ളത്. എന്താണ് ഫസ്റ്റ് ലോ നോക്കിക്കേ. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ unless it is compelled by an external unbalanced force acting on it. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ ബോഡി റെസ്റ്റിൽ തന്നെയായിരിക്കും, മോഷനിലാണെങ്കിൽ ആ ബോഡി മോഷനിൽ തന്നെയായിരിക്കും. എപ്പോൾ വരെ? നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ആ ബോഡിയിലേക്ക് കൊടുക്കുന്നിടം വരെയും ഈ ബോഡി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചോ? ഓക്കെ, ശരി. ഇനി സെക്കൻഡ് ലോ. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഫസ്റ്റ് ലോയിനെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയാറുണ്ട്. ആൻഡ് ഫസ്റ്റ് ലോയിൽ നിന്നാണ് ഫോഴ്സിൻ്റെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറയും. ഓക്കെ,
ഇനി രണ്ടാമത്തത് സെക്കൻഡ് ലോ നോക്കിക്കേ. സെക്കൻഡ് ലോയിൽ നിന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി. ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ നിന്നാണ്. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ്. എന്താണ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ്? എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? അതാണ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ദ ബോഡി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ dp/dt ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച്. നമ്മൾ ചെറുതായിട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് ചെറുതായിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി മാറുക. മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താ? മാസിൻ്റെ വെലോസിറ്റി അല്ലേ? മാസ് മാറത്തില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി മാറുക. വലിയ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലായിരിക്കും അതിൻ്റെ വെലോസിറ്റി മാറുന്നുണ്ടാവുക. അതാണ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു dp/dt. ഓക്കെ, ആ ഇക്വേഷനകത്തുനിന്നാണ് നമ്മൾ F = ma എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താണ്? എവറി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പോൾ ഒരാൾ ഒരു ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടുക. അയാൾ ഈ ബോട്ടിലേക്ക് കൊടുത്തത് എന്താണ്? ആക്ഷനാണ്. തിരിച്ച് ആ ബോട്ട് ഇയാളിലേക്ക് കൊടുക്കുന്നത് എന്താണ്? റിയാക്ഷനാണ്. അപ്പോൾ ആക്ഷൻ ബോട്ടിലേക്കും റിയാക്ഷൻ ഇയാളുടെ ദേഹത്തേക്കും ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? ആക്ഷനും റിയാക്ഷനും ഒരിക്കലും ക്യാൻസൽ ചെയ്തു പോകത്തില്ല. അപ്പോൾ വൈ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡസ് നോട്ട് ക്യാൻസൽ ഈച്ച് അതർ? ബിക്കോസ് ദേ ആക്ട് ഓൺ ടു ഡിഫറെൻറ്റ് ബോഡീസ്. കേട്ടോ? ഓക്കെ, അടുത്തത് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. ഇമ്പൾസ് എന്തുവാണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ്. മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് m/v - u. അപ്പോൾ ഇമ്പൾസ് മൊമെൻറ്റം തിയറം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. I = m/v - u. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ചിലപ്പം ഒരു കുഞ്ഞു പ്രോബ്ലം, 1-2 മാർക്കിൻ്റെ പ്രോബ്ലം ഒക്കെ ചോദിക്കാം കേട്ടോ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. I = m/v - u. ഓക്കെ, അടുത്തത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. റൊട്ടേഷണൽ മോഷനിലും വരുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വരുന്നുണ്ട്. എന്താണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം 0 ആയിരിക്കണം. നമ്മൾ 2 ബോഡീസ് ഉണ്ട്. 2 ബോഡീസ് കൂട്ടിയിടിക്കുമ്പം എപ്പോഴും അവരുടെ ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ലോവിനെ നമ്മൾ ഇങ്ങനെയും പറയാം, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കും അല്ലേ? എന്നാൽ നമ്മൾ ഇക്വേഷൻ വൈസ് എങ്ങനെ എഴുതുക? ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ m1u1 + m2u2. കാരണം മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? മാസിൻ്റെ വെലോസിറ്റി. ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം m1u1, സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റം m2u2. ടോട്ടൽ മൊമെൻറ്റം m1u1 + m2u2. ഇത് എന്തായിരിക്കും? ആഫ്റ്റർ കൊളീഷൻ രണ്ടുപേരുടെയും വെലോസിറ്റി മാറും അല്ലേ? അപ്പോൾ മൊമെൻറ്റവും മാറും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൊമെൻറ്റം മാറും, പക്ഷേ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും? മുന്നേ ഉള്ളത് തന്നെയായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് 0, പുറത്തുനിന്നൊരു ബോഡി വന്ന് ഇതിനെ ഇടിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇതും പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പക്ഷേ ലോസ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു ലോ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഫ്രിക്ഷൻ്റെ ലോ എന്ന് നോക്കാം. 1, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട് അല്ലേ? നേച്ചർ ഓഫ് സർഫസസ്, സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡയറക്ഷൻ ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദ സർഫസ്. അറിയാലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഒരു ബോഡിയുടെ ടാൻജൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ. ഏരിയ എങ്ങനെ ഇട്ടാലും ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും സെയിം തന്നെയായിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത് തന്നെയാണ് ഫ്രിക്ഷൻ്റെയും ലോ, ഇത് തന്നെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെയും ലോ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? ഒരു ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. എന്തുവാണ് നോർമൽ റിയാക്ഷൻ? ഒരു ബോഡി ഒരു സർഫസിൻ്റെ മേലെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണലായിരിക്കും. സോ ഇവിടെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം, μs എന്ന് പറയുക അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുക. ഈ മ്യൂവിനെ എന്താ പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ബാങ്കിങ് ഓഫ് റോഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ F is equal to μs into r. ഇത് വെച്ചിട്ടും പ്രോബ്ലം ചോദിക്കാം കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. മ്യൂ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അടുത്തത് അത്രയാണ് അപ്പോൾ നമ്മുടെ ലോസ് ഓഫ് മോഷനകത്തുള്ള ലോസ് കേട്ടോ.
അടുത്തത് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി പവറിലുള്ളതാണ്. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമ്മൾ ഇന്നലെ വർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം, ഇതിൻ്റെ പ്രൂഫ് ചോദിക്കാം. പ്രൂഫൊക്കെ വർക്ക് എനർജി തിയറത്തിൻ്റെ വർക്ക് എനർജി പവറിൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതായത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഹാഫ് mv² മൈനസ് ഹാഫ് mu² ആണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. അടുത്തത് ഹൂക്സ് ലോ. നമ്മൾ സോളിഡ്സിൽ ഒരു ഹൂക്സ് ലോ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരുന്നു വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇതും ഹൂക്സ് ലോ തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ. അതായത് നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിംഗിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആവും. പക്ഷെ അങ്ങനെ എക്സ്റ്റെൻഡ് ആകുമ്പോൾ ഈ സ്പ്രിംഗിൽ ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അതിനെന്താ പറയുക? സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സ്പ്രിംഗ് ഫോഴ്സ് എക്സ്റ്റൻഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് എന്തിനാണ്? സ്പ്രിംഗ് ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുന്നത്? നമ്മുടെ എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നത്. അതാണ് ഈ മൈനസ് സൈനിനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുകയാണ് K. ഇതിനെ പറയാം സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നും പറയും, അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നും പറയാം. ഹൂക്സ് ലോ എന്താണ്? അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ ദ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ. നമ്മൾ ലോ ഒക്കെ എഴുതുമ്പോണ്ടല്ലോ അധികം നമുക്ക് ഇക്വേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഇക്വേഷനും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അറിയാമല്ലോ. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രൂഫ് എഴുതുന്നത്? എങ്ങനെയാണ്? ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ആ കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആ കോൺസ്റ്റന്റ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്ക് എനർജി പവറിനകത്തുള്ളത്. ഇനി അടുത്തത് ഏതാണ്? റൊട്ടേഷണൽ മോഷനിൽ വരുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇത് വെച്ചിട്ടാണ് നമ്മൾ കഥക് ഡാൻസ്, ബാലെ ഡാൻസറിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ടോ? റൊട്ടേഷണൽ മോഷനകത്ത് കൈ ചേർത്ത് വെക്കുമ്പോൾ അവർക്ക് കൂടുതൽ വെലോസിറ്റിയിൽ കറങ്ങാൻ പറ്റും കൈ നിവർത്തി വെക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ അതൊക്കെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ്? വെൻ നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം the total angular momentum is a constant. Law of conservation of linear momentum എന്തായിരുന്നു? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക്, ഫോഴ്സിന് പകരം ഇവിടെ എന്താ പറയേണ്ടത്? ടോർക്ക് എന്ന് പറയുക. എക്സ്റ്റേണൽ ടോർക്ക് ആബ്സെന്റ് ആണെങ്കിൽ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് കേട്ടോ. ഇതിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. L എന്ന് പറയുന്നതാണ് ആംഗുലർ മൊമെൻറ്റം. L എന്ന് പറഞ്ഞാൽ I ഒമേഗയാണ്. I is moment of inertia and omega is angular velocity. അപ്പോൾ I omega is a constant ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം I1 omega 1 equals I2 omega 2 ആണ്. അങ്ങനെ വേണമെങ്കിലും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനകത്ത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ് ഇതിനകത്തുള്ളത് കേട്ടോ. അടുത്തത് ഗ്രാവിറ്റേഷനുള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാലോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നേ പഠിക്കുന്നതല്ലേ. രണ്ട് ബോഡീസ് ഉണ്ട്, അതിൻ്റെ മാസസ് m1 m2 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസ് ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിരിക്കും. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും, മാസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും. അപ്പോൾ F is equal to G into m1 m2 by r square. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. G എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ. ജിയുടെ വാല്യൂ എത്രയാണ് വരിക? 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഓക്കെ, അടുത്തത് ഇതിനകത്ത് വരുന്നത് കെപ്ലറിൻ്റെ, അതായത് പ്ലാനറ്ററി ലോസ് ഓഫ് മോഷൻ ആണ്. പ്ലാനറ്ററി ലോസ് ആണ് കേട്ടോ. അതായത് കെപ്ലർസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ എന്താണ്? പ്ലാനറ്റ്സ് സണ്ണിനെ ചുറ്റിനും റിവോൾവ് ചെയ്യുന്നത് ഒരു ഓർബിറ്റിലായിരിക്കും, ഒരു പെർട്ടിക്കുലർ എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും റിവോൾവ് ചെയ്യുക വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസായി. വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസായി. ഫോസായി എന്താണെന്നൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതാണ് നമ്മുടെ കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്താണ്? ദ ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കവേർഡ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇവിടെ നോക്കൂ, ഒരു പ്ലാനറ്റ് ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പം അത് ഇത്രയും ഏരിയ കവർ ചെയ്തു. ഇത്ര തന്നെ ഏരിയ സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോഴും ഈ പ്ലാനറ്റ് കവർ ചെയ്യുന്നുണ്ടാവും. അതാണ് ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് വന്നിരിക്കുന്നതുകൊണ്ടാണ് അവിടെ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ അതിൻ്റെ പ്രൂഫും പഠിക്കാനുണ്ട്. പണ്ടൊക്കെ ഇത് ഭയങ്കര ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ കെപ്ലേഴ്സ് ലോസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണ്. എന്താണെന്നറിയില്ല. പണ്ട് സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നതാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ലോ ഓഫ് ഏരിയ എന്നൊക്കെ ഉള്ളത്. ലോ ഓഫ് പീരീഡ് എന്താണ്? ദ ടൈം പീരീഡ്, ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. അതായത് ഒരു പ്ലാനറ്റ് ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ലേ പോകുന്നത്, ഇതിനെയാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്, ഇത് മൈനർ ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മേജർ ആക്സിസിൻ്റെ പകുതിയാണ് നമ്മൾ R എന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ദ പ്ലാനറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അതാണ് ലോ ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ ലോസ്. എല്ലാ ഫസ്റ്റ് ടെക്സ്റ്റിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ലോ ആണ് ഇപ്പം നമ്മൾ പഠിച്ചത്. സെക്കൻഡ് ടെക്സ്റ്റിനകത്ത് തെർമോഡൈനാമിക്സ് വരെയുള്ള ലോയും തന്നു. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ലോസ് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്തൂടെ? ഓക്കെ, അപ്പം ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട. നമുക്ക് മോഡൽ എക്സാം ഉണ്ട്, ബോർഡ് എക്സാം ഉണ്ട്. അപ്പോൾ അതിനകത്തേക്കൊക്കെ വേണ്ടിയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒത്തിരി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ബോർഡ് എക്സാമിലേക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ ഫിസിക്സ് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. നന്നായി ചെയ്യുക.